I have been addicted to drugs. I've ഞാനൊരു got a lot of ഡ്രഗ് അഡിക്റ്റ് demons, ആയിരുന്നു. like many അതുകൊണ്ട് people എന്നിൽ here. നിറയെ I like to ആസുരിക punish myself, സ്വഭാവമുണ്ട്. but I don't know ഇവിടെ how to ഇരിക്കുന്ന get കുറേ rid of പേരെ it. പോലെ And എനിക്ക് എന്നെ getting തന്നെ up in the സ്വയം morning, ശിക്ഷിക്കാൻ I വലിയ ഇഷ്ടമാണ്. don't want to do this എപ്പോഴാണ് എനിക്കിതിൽ നിന്ന് against പുറത്തേക്ക് വരാൻ myself, but സാധിക്കുക? I എല്ലാ don't know how ദിവസവും to രാവിലെ ഞാൻ just go. എഴുന്നേൽക്കുമ്പോൾ എനിക്ക് Now, എന്നെ തന്നെ see, the ശിക്ഷിക്കണമെന്ന person who did ചിന്തയിലാണ് wrong എണീക്കുന്നത്. is എന്നാൽ not the എനിക്കിത് person who ചെയ്യാനായിട്ട് is യാതൊരു today, right? ആഗ്രഹവുമില്ല. That എനിക്ക് person എപ്പോൾ was ഇതിൽ not നിന്നൊരു മോചനം conscious. ലഭിക്കും? That നോക്കൂ, person did not have എന്റെ മുമ്പിൽ knowledge, right? ഇരിക്കുന്ന That നിങ്ങളിപ്പോ person is പുതിയൊരു dead ആളാണ്, and gone. പഴയ Today you ആളല്ല. are a new പഴയ person. So ആളൊക്കെ the new മരിച്ചുപോയി person should കഴിഞ്ഞിരിക്കുന്നു. not punish the പഴയ new ആളിൽ person. You ബോധമോ understand? There ജ്ഞാനമോ is a beautiful verse in Bhagavad ഉണ്ടായിരുന്നില്ല. Gita. ശരിയല്ലേ? I just want to say it അപ്പോൾ to ഈ പുതിയ here. ആളെ എന്തിനാ It നിങ്ങൾ is വീണ്ടും apichet ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? suduracharo ഭഗവത്ഗീതയിലത്തെ ഒരു bhajante ശ്ലോകം ഞാൻ mam ചൊല്ലാം. ananya bhakt. But അഭിജേത്സു it means ദുരാചാരോ even if ഭജന്തേ someone is മാം doing the അനന്യഭക്. worst thing in the world, അതായത് but ഈ if he, ലോകത്ത് the moment he turns എത്രയൊക്കെ himself മോശപ്രവൃത്തി in love, ചെയ്തിരുന്ന in ഒരാളും devotion, he should be ആ ആളിൽ considered as a saint, എപ്പോഴാണോ like a saintly ഭക്തിയും person, ദൈവീക because സ്നേഹവും his heart has already ഉണരുന്നത് been ആ purified through നിമിഷം love. ആ Because your വ്യക്തി mind is ഒരു already പുണ്യാത്മാവായി becoming very എന്നാണ് ഭഗവാൻ calm, പറയുന്നത്. serene and stable. Once that is എന്തുകൊണ്ടെന്നാൽ happening, ആ he is not വ്യക്തിയുടെ less than ഹൃദയത്തിൽ any saint. ശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് നിശ്ചലമായി കൊണ്ടിരിക്കുന്നു, ശാന്തത വന്നു, അതിൻ്റെ ഒപ്പം തന്നെ പവിത്രതയും വന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു പുണ്യാത്മാവ് തന്നെയാണ്.